2-3 years அவங்க கரியர் அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னாலதான் mostly. Where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. Kochi raid எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கலிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. Like nobody is asking Rima Kallingal this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண പോരீங்க? இந்த மாதிரி എത്ര സിനിമ ഇൻഡസ്ട്രിക്ക് ഫ്രഷ് മര്യാദയ്ക്ക് ഒരു സെർച്ച് നടത്തി കഴിഞ്ഞാൽ പറയാൻ ആൾക്കാരും സിനിമയിൽ അഭിനയിക്കുന്നതും അങ്ങനെയല്ല, അതിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ ഉള്ള പല ആൾക്കാരും കുടുങ്ങുന്നുള്ള കാര്യം ഡെഫിനറ്റാണ്. ഞാൻ ഈ സംഭവം വളരെ രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പല ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ. സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ സിനിമ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേപോലെ സ്ത്രീകളുടെ പല രീതിക്കുള്ള ആരോപണങ്ങളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സ്ത്രീകൾ എല്ലാവരും നല്ല ആൾക്കാരും അതേപോലെ തന്നെ പുരുഷന്മാരിലാണ് എല്ലാ പ്രശ്നക്കാരും ഉള്ളതെന്നൊക്കെ ഉള്ള രീതിക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട് കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പോശം അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു സുചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് സിംഗറായിട്ടുള്ള ഒരു പുള്ളിക്കാരി വന്നിട്ട് നമ്മുടെ WCCയുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ റിമാ കല്ലിങ്കലിനെയും അതേപോലെ തന്നെ ആഷിക് കപൂറിനെ പുള്ളിക്കാരൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആഷിക് കപൂറിനെയും പറ്റിയിട്ടൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് ഇട്ടത്. കാര്യം ഇവരുടെ വീട്ടിനകത്ത് വെച്ചിട്ട് ഡ്രഗ് പാർട്ടി പോലുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ ഇപ്പം പല ആൾക്കാരും വീട്ടിനകത്ത് വന്ന് മയക്കുമരുന്ന് കൊടുത്തിട്ട് പല രീതിക്കുള്ള ഉപയോഗങ്ങളും വീട്ടിൽ വെച്ച് നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൊക്കെയിൻ പാർട്ടിയൊക്കെ അവരുടെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഈ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു, ഈ സുചിത്ര എന്ന് പറഞ്ഞ പുള്ളിക്കാരി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ പുള്ളിക്കാരി പറയുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. Kallingal was also going through a very very bad PR phase up to 2-3 years. அவங்க கரியர் அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னாலதான் mostly. Where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. Kochi raid எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கலிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. Like nobody is asking Rima Kallingal this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க? இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா மீட் பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. guys also. അപ്പൊ ഈ പുള്ളിക്കാരി വന്നിട്ട് മെയിൻ ആയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് പുതിയ പുതിയ ഡ്രഗ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ആവുന്നതാണെങ്കിലും എല്ലാം ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണെന്നുള്ള രീതിക്കാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അതേപോലെ തന്നെ പല രീതിക്കുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് നടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം കാര്യം ഈ ഇത്രത്തോളം പ്രോഗ്രസീവായിട്ടും അതേപോലെ തന്നെ ഭയങ്കര രീതിക്കുള്ള ശാക്തീകരണമൊക്കെ നമ്മുടെ മുമ്പിലകത്ത് വന്നിട്ട്, അതായത് ഇപ്പൊ നമ്മൾ കാണുമ്പോഴത്തേക്ക് എന്താണ് അവര് ഭയങ്കര രീതിക്ക് ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അതേപോലെ തന്നെ പ്രോഗ്രസീവ്നെസ് ഒക്കെ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്ക് വിചാരിക്കുക അവരൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ ബാക്കിയുള്ളവരെ മോശം കാര്യങ്ങൾ കാണിക്കലാണ് ഇവരുടെ പണിയെന്നൊക്കെ ഉള്ള രീതിക്കാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു ട്രൂ ഫേസ് എന്താണെന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നത്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഒരു സംഭവമൊക്കെ വന്നപ്പോഴാണെങ്കിൽ പല പല നടന്മാരുടെയും റിയൽ ഫേസും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഇതേപോലത്തെ കാര്യങ്ങളും. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഈ പല വാർത്താ ചാനലുകളാണെങ്കിലും ഇതൊക്കെ എടുത്തിട്ട് കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് നടക്കുന്നുണ്ടായി. പക്ഷെ ഇവർ ഈ ഒരു ഇപ്പൊ ഈ സുചിത്ര എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ റിമാ കല്ലിങ്കലിനാണെങ്കിലും ഈ ആഷിക് കപൂറിനെതിരെ ആണെങ്കിലും ഒറ്റ വാർത്താ ചാനലിൽ ഒരു കാര്യവും കണ്ടില്ല. അപ്പൊ അതെന്താണ് അങ്ങനെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടിൽ വെച്ച് നടന്നു ഒരു ആരോപണം വന്നിട്ടും അതിനെതിരെ ഒരു വാർത്ത പോലും വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ ഇനി കുറച്ച് ആളുകൾക്ക് മുന്നേ ഇവരുടെ വീട്ടിനകത്ത് റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായി. ഇതിന് മുന്നേ ഇവർക്കെതിരെയും ഇതേപോലുള്ള അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ന്യൂസ് നമുക്ക് ഒന്ന് കേട്ടു. മിണ്ടിയാൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കൊക്കൈൻ എന്ന തലക്കെട്ടിലാണ് ആഷിക് കപൂറിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. കൊക്കൈൻ കേസിൽ തന്റെയും റീമയുടെയും ഫഹദ് ഫാസിലിന്റെയും പേര് അനാവശ്യമായി വലിച്ചിഴച്ചതാണ്. ചില മാധ്യമ വ്യഭിചാരികൾ വ്യക്തിവിരോധം തീർക്കാനാണ് ഇത്തരം കഥകൾ മെനയുന്നതെന്ന് ആഷിക് കപൂർ കുറ്റപ്പെടുത്തുന്നു. തനിക്കെതിരെ വാർത്ത നൽകിയ അതേ ലേഖകനാണ് നമ്പി നാരായണനെതിരെ വ്യാജ വാർത്ത നൽകിയതെന്നും ആഷിക് പറയുന്നു. കൊക്കൈൻ കേസിൽ ആഷിക് കപൂറിനെയും റീമാ കല്ലിങ്കലിനെയും ഫഹദ് ഫാസിലിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് അനുമതി തേടിയെന്നായിരുന്നു മംഗളം ദിനപത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത. വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തനെതിരെയും പ്രസിദ്ധീകരിച്ച മംഗളപത്രത്തിനെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്നും കെട്ടുന്ന തുക നമ്പി നാരായണന് കൈമാറുമെന്നും ആഷിക് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ നിയമപ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടും. കേസിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും പരിശോധനകൾക്കും തയ്യാറാണെന്ന് പറഞ്ഞാണ് ആഷിക് കപൂർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.
അപ്പൊ ഇതാണ് ആ ഒരു ടൈമിനകത്ത് വന്ന ന്യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും വലിയ രീതിക്കുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ ഈ പുള്ളിക്കാരി വന്നിട്ട് ഓപ്പൺ ആയി, സുചിത്ര എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് വന്നിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഇതിനെപ്പറ്റി ആർക്കും ഒരു ചർച്ചയില്ല, ഒരു കാര്യമില്ല. ഈ യൂട്യൂബിനകത്ത് കുറെ പേരൊക്കെ ഇതിനെപ്പറ്റി വീഡിയോ ഇടുന്നതൊക്കെ കണ്ട്, പക്ഷെ അല്ലാണ്ട് ഇപ്പൊ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ചാനലുകൾ ആരും ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തി കണ്ടില്ല. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ നിൽക്കണേണ്. പിന്നെ ഇതിന് മുന്നേയും ഇപ്പൊ സിനിമയിനകത്താണെങ്കിലും പല രീതിക്കുള്ള ലഹരിയുടെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പലരും ഇതിന് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മുടെ ടിനി ടോം ഒക്കെ വന്ന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയ ക്ലിപ്പും ഈ അടുത്തൊരു സിനിമാ താരനോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്, അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും, പക്ഷെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പൊ ഇത് അന്നായി ടിനി ടോം ഈ സാധനം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പിടിച്ച് ട്രോളയും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പൊ ഈ പുള്ളി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോനകത്ത്, അതേപോലെ പുള്ളിക്കാരന്റെ മോൻ ഇപ്പൊ സിനിമേനകത്തേക്ക് വരണോന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പേടിയാണെന്ന് പുള്ളിക്കാരന്റെ മോനെ സിനിമേനകത്തേക്ക് കൊണ്ടുവരാൻ. കാര്യം എന്താണ്, ഇതേപോലുള്ള ലഹരിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രീനകത്തേക്ക് കൊണ്ടുവരാൻ സിനിമേനകത്തുള്ള ആൾക്കാർക്ക് തന്നെ അവരവരുടെ മക്കളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് പേടിയാണ്. അപ്പൊ എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾ എന്ത് വിശ്വസിച്ചിട്ടാണ് അയാളുടെ മക്കളെയും അതേപോലെ തന്നെ ഇപ്പൊ അയാളുടെ മോളെയും ഒക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് അവർ ഇതിനകത്തേക്ക് വിടുക? അപ്പൊ അതാണ് ഇവിടെ ചോദിക്കാനുള്ളത്. ഇനിയിപ്പോ നമ്മുടെ ബാബുരാജും ഇതേപോലെ തന്നെ മുന്നേ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായി, അതും കൂടെ ഒന്ന് കേട്ടുനോക്കാം. ഒരു മര്യാദയ്ക്ക് ഒരു സെർച്ച് നടത്തി കഴിഞ്ഞാൽ പല ആൾക്കാരും സിനിമയിൽ അഭിനയിക്കുന്നതും അങ്ങനെയല്ല, അതിൻ്റെ പുറത്തൊക്കെ ഉള്ള പല ആൾക്കാരും കൊടുക്കുന്നുള്ള കാര്യം ഡെഫിനറ്റാണ്. ഞാൻ ഈ സംഭവം വളരെ രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പല ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ, പുതിയ സിനിമ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാത്തവന് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ്. ചില സിനിമകളിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മാത്രം സംഘടനകളുമുണ്ട്, അത് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രം കൂടി ചേർന്നുള്ള സംഭവം. ഇത് വളരെ നിർത്തേണ്ട സമയമായി. എത്രയോ ഷൂട്ടിംഗ് സെറ്റ്, ഞാൻ പേര് പറയുന്നില്ല, ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ കാലത്തെ 8 മണി വരെ വെയിറ്റ് ചെയ്യുക. 10 മണിയായി, 11 മണി, 12 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ചേട്ടാ ഇന്ന് ചേട്ടൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് പറ്റി? ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ നോക്കുമ്പോൾ അതിനകത്ത് ആ നടൻ അന്ന് വരില്ല എന്ന് പറഞ്ഞു. പുള്ളി ഫോൺ എടുത്ത് 11 മണിക്കാണ്, അയാളൊന്നും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ പല നടന്മാരും വന്നിട്ട് ഈ അവർക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പറഞ്ഞെങ്കിലും ഇത് ആരുടെയൊക്കെയോ ഒരു ഇതിനകത്തൊരു എന്തൊരു സംഘടന എന്ന് മാത്രമല്ല ഒരു അണ്ടർവേൾഡ് ഒക്കെ പോലെയാണ് എന്ന് പറഞ്ഞ കാര്യം. പുറത്തേക്കൊന്നും അധികം വരൂല. ഇതേപോലെ ആരെങ്കിലൊക്കെ റാൻഡായിട്ട് വന്ന് പറഞ്ഞാലുള്ളൂ. പക്ഷെ അങ്ങനെ പറയണവരുടെ അതൊക്കെ അങ്ങനെ അണഞ്ഞു പോവുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. പക്ഷെ എന്നാൽ ഇതിനെതിരെ ഒരു അന്വേഷണമോ, അതായത് സിനിമേനകത്ത് ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒന്നും ആരെ കൊണ്ട് പറ്റൂല. ഇപ്പൊ ഇതിന് മുന്നേ പലർക്കെതിരെയും ഇതേപോലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതൊന്നും എവിടെ എത്താണ്ട് പോയി. എന്നിപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. കാര്യം പലരുടെയും റിയൽ ഫേസ് പുറത്തു വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇതേപോലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.